ഇനി നല്ല അങ്ങനെ ഞാൻ ഇച്ചിരി ഇടൂ. കൊറേ നേരമായില്ല അമ്മേനെ തപ്പാൻ തുടങ്ങിട്ട്. എവിടെയാ അമ്മ? ഈ കാപ്പിക്കുരു ചിക്കുമായിരുന്നേ. അപ്പൊ ഇത് കാപ്പിക്കുരു ഉണങ്ങി. കുഞ്ഞന്ന് കൊണ്ടു തന്ന കാപ്പിയായിരുന്നല്ലോ, കുഞ്ഞ് പറിച്ച് കൊണ്ടു തന്ന കാപ്പിയല്ലേ. അപ്പൊ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഇത് നമുക്ക് എങ്ങനെ ഉണങ്ങിന്ന് മനസ്സിലാണ്? ഇതിപ്പോ ഇങ്ങനെ കുലുക്കുമ്പോ മനസ്സിലാവും. ഇതിലൊരു കുലുങ്ങുന്ന ശബ്ദം കേക്കും. എവിടെ? അതിപ്പോ ഇതിൽ കേക്കോ? അപ്പൊ ഇത് കാപ്പിക്കുരു റെഡിയായി. ഇനി നമ്മൾ ഇതിനെ പ്രോസസ്സാക്കി നല്ല കാപ്പിപ്പൊടി, അത് നമ്മള് മമ്മി അത് ഉണ്ടാക്കി കാണിച്ചു തരും. പണ്ട് മുതൽ മമ്മി ഉണ്ടാക്കുന്നതാണ് ഇവിടെ കാപ്പിക്കുരു പൊടി. നല്ല സൂപ്പറായിട്ട് ഹോം മെയ്ഡ് കോഫി ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നമുക്കത് കാണുന്ന വരെ ഓക്കെ, ബൈ. മമ്മി എന്താ പരിപാടി ചെയ്യുന്നത്? ഞാൻ കുറച്ച് നാടൻ കാപ്പിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കാപ്പിക്കുരു എടുത്തിട്ട് വന്നാണ്. അത് നന്നായി. അപ്പൊ എല്ലാവർക്കും ഒന്ന് പഠിക്കാമല്ലോ. നന്നായി. മിക്സിയിലാണോ ഇപ്പൊ ഇത് കുത്തുന്നത് മമ്മി? പിന്നെ ജ്യൂസിന്റെ കപ്പ് എടുക്കുക, എന്നിട്ട് മിക്സിയിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ കറക്കുക. അപ്പം അതിന്റെ തൊലി. അപ്പം ഞാൻ പരിപാടി തുടങ്ങാണേ. അപ്പൊ കാപ്പിക്കുരു എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ കുത്തി കിട്ടും. കാപ്പിക്കുരു ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എളുപ്പത്തില് കുത്തി കിട്ടും. മുറത്തിലിട്ട് പാറ്റി പരിപ്പ് എടുത്തിട്ട് നമുക്ക് പൊടിക്കാം. ഞങ്ങൾക്ക് ഇനി അടുത്ത് അങ്ങനെ ശരിക്കും അതാ പാറ്റിട്ട് അതിൽ ഇതെല്ലാം തൊലിയെല്ലാം പറിച്ച് കളഞ്ഞ് നല്ല പരിപ്പ് എടുക്കണം. കാണിച്ചേ പരിപ്പ് നോക്കട്ടെ. പരിപ്പ് നല്ല കറക്റ്റായി പാകം പരിപ്പ്. ഇനി അടുത്ത പ്രോസസ്സ് നമുക്ക് കാണാം. അപ്പൊ ഇനി ഞങ്ങൾ അടുത്ത പ്രോസസ്സിൽ മമ്മി ഇനി പഠിപ്പിച്ചു തരും എല്ലാവർക്കും കേട്ടോ. ഇനിയിപ്പൊ എന്താണ് അടുത്ത പരിപാടി? മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഈ കുത്തിയെടുത്ത കാപ്പിപ്പരിപ്പ് ഇടണം. കാപ്പിപ്പരിപ്പ് തന്നെ കാപ്പിപ്പരിപ്പ് ഇട്ടിട്ട് നമുക്കിങ്ങനെ വറുത്തെടുക്കണം. അത് നല്ല നിറം വരുന്ന വരെ നമ്മളിങ്ങനെ വറുക്കണം. കരിഞ്ഞു പോകരുത്. പാകത്തിനാകുന്നവരെ ഇങ്ങനെ വറുത്തെടുക്കണം. മമ്മിക്ക് 10-20 വർഷം മുതൽ മമ്മി ഇങ്ങനെ ചെയ്യുന്നല്ലേ. ഞാൻ ചെറുപ്പം നേരത്തെ തുടങ്ങി ചെയ്യുന്ന പരിപാടിയാണ്. മുതല് കാപ്പിക്കുരു ഉണ്ടാക്കി ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഞങ്ങളെല്ലാം കുടിക്കുന്നതല്ലേ. നല്ല കാപ്പിപ്പൊടി ഉണ്ടാക്കും. അപ്പം മുതല് മമ്മീനെ ചാച്ചനും അമ്മച്ചിയും നിന്നിട്ട് പഠിപ്പിച്ചു കൊടുത്തതാണ്. അമ്മച്ചും പഠിപ്പിച്ചു തന്ന പരിപാടിയാ. ഇപ്പൊ മമ്മി പുറത്തത്തെ കാപ്പി ഒന്നും മേടിച്ച് കുടിക്കുകയില്ല, ഇതുവരെ കുടിച്ചിട്ട്. അതുകൊണ്ട് എന്തായി ഞങ്ങളും ഇവിടെ വന്നപ്പോ ഇത് തന്നെയാണ് കുടിക്കുന്നത്. ഇപ്പൊ ഇത് പുറത്ത് പോയി കഴിഞ്ഞാൽ വേറെ കാപ്പിപ്പൊടി ഒന്നും പറ്റില്ല, ഇത് തന്നെ വേണം. ഇവിടെ വരുന്നവരൊക്കെ കുടിച്ചിട്ട് ചോദിക്കും നല്ല കാപ്പി വെള്ളം ഇത് എവിടുന്നാ മേടിച്ചതെന്ന്. അപ്പൊ നമ്മള് പറയും നമ്മള് സ്വന്തം ഉണ്ടാക്കിയ കാപ്പിപ്പൊടി മമ്മി സ്പെഷ്യൽ. അവര് കൈവേദനിക്കെങ്കിൽ വേണമെങ്കിൽ സഹായിക്കാം. കുറച്ച് കഴിയുമ്പോ ഞാൻ പറയാം. ഇട്ടിട്ടില്ല മമ്മി എന്നോണ്ട് ഇളക്കിക്കാണ്. മമ്മി ആദ്യം മസിൽ പിടിച്ചു. മമ്മി ആദ്യം പറഞ്ഞു വേണ്ട ഇളക്കല്ലേ എന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ നോക്കാം മമ്മി പറഞ്ഞു ഇളക്കിക്കോ. തന്നെ മടുത്തവരെയായി 2-4 ഇളക്കിളക്കി ഞാൻ പറഞ്ഞു സ്പൂൺ ഇളക്കിക്കോ. പിടിച്ചോ എവിടെ പിടിക്കില്ല. ഇട്ടിട്ട് ഓടാനുള്ള പരിപാടിയാ. എന്തോ അർജന്റ് എവിടെയോ ഉണ്ട്. എങ്ങനെ പറയട്ടെ? അതേ പറയുള്ളൂ. കണ്ടതൊന്നും പറയണ്ടോ. അല്ല ഇത് ഒരിക്കലും ചെയ്തിട്ടില്ലേ. അത് കാരണം ഇപ്പൊ ചെയ്യുമ്പോൾ പഠിപ്പിക്കാണോ കേട്ടോ. ആരോടെ പഠിക്കും? എന്തോ ഒരു അസ്വസ്ഥത പോലെ വേഗം പോണെന്നാണ് വിചാരം. മടുത്തു തന്നേരെ. എനിക്ക് പിന്നെ മടുപ്പൊന്നുമില്ല. ഞാനിനി കാണുന്നവർക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞ എന്റെ പേര്. ഞാൻ സ്ഥിരം ചെയ്യുന്ന പണിയാടിയായിട്ട് ഞാനിത് ഇഷ്ടംപോലെ ചെയ്തിട്ടുള്ള. എനിക്ക് പിന്നെ അങ്ങനെ മടുപ്പൊന്നുമില്ല. എന്റെ സമയമാകുമ്പോഴല്ലേ ഇട്ടിട്ട് പോകാൻ പറ്റുള്ളൂ. അതുവരെ ചെയ്യണ്ട നമുക്ക്. അടുത്തൊന്നും പറഞ്ഞ് ഓടാൻ പറ്റുമോ? അത് പോയിന്റ്. ഇത് ചെയ്ത് ആയി വാങ്ങി പൊടിച്ച് തീ കൊടുക്കണോ? കാപ്പി ഉണ്ടാക്കി തരാം. ഞാൻ പറയാം. ഇതാണ് മമ്മി കൊച്ചുമോള് വന്നു. മമ്മി അടുക്കള അതൊക്കെ വെക്കട്ടെ. അവിടെ മര്യാദക്കിരുന്ന്
പുകച്ച മനുഷ്യനെ ഇരുത്തിക്കില്ലേന്നു എന്റെ മമ്മി എന്നേ പുകച്ച് കൊച്ചിന് അങ്ങോട്ട് വരുത്തിച്ചതാണ്. നോക്കട്ടെ അതിന്റെ സുഖം മാറണ്ടേ? ഇല്ല. ലേശം നേരം ഒന്ന് ചെയ്ത് അവിടെ മര്യാദക്ക് ഇരുന്നാണ് എന്താ തീയും കത്തിയോ ഞാൻ ഓടി വരുന്നതാ. കാപ്പി ഇങ്ങനെ കുടിക്കുമ്പോ കൊച്ചു വിചാരിച്ച് കത്തിച്ചു വന്ന് അവിടെ മര്യാദക്ക് ഇരിക്കാൻ സമ്മതിക്കണ്ടേ? കൊച്ചു വിചാരിച്ചേ ഈ കാപ്പി കുടിക്കുമ്പോ നല്ല രസമുണ്ട്, ഇതൊന്ന് ഇളക്കി നോക്കട്ടെ. വന്നേ ഇങ്ങോട്ട് ഒന്ന് പിടിച്ചു വെക്ക്, ഈ തവിയലൊന്ന് പിടിച്ച് കാപ്പി പിടിപ്പിക്കുന്നു മമ്മി നോക്കാണ്. എന്ത് രസാ കാപ്പി എന്നും പറഞ്ഞാ കുടിക്കണത്. ഇങ്ങോട്ട് വന്നേ, വന്ന് നോക്ക്, ഒന്ന് ചെയ്ത് നോക്ക്. അങ്ങനെയല്ലേ ഇച്ചിരി നേരം ഇതെന്ത് ഇളക്കില്ലേ മമ്മി? നല്ലോണം ഇളക്കി, ഞാൻ ഇളക്കിയതുപോലെ. അങ്ങനെയല്ലടാ തവി പിടിക്കണത്, ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിക്കും. ഞാനീ പിടിച്ചാലും പിടിക്കും. അങ്ങനെ പിടിക്കും. തേനയൊക്കെ നമ്മൾ പിടിക്കില്ല, അതുപോലെ പിടിച്ച തെറിച്ചു. അങ്ങനെയോ? ഇങ്ങനെ ആ കരിയുണ്ട്. ഇല്ല, അങ്ങനെ കരിയില്ല. പേന വെച്ച് പിടിക്കാൻ പറ്റില്ല. അമ്മ പിടിക്കണം. പുകയ്ക്കോ തിരിക്കോ കരിയോ ഇവിടെ തീ പിടിപ്പിക്കോ എന്തെങ്കിലുമൊക്കെ കാപ്പി കുടിക്കണ്ടേ മോൾക്ക്? ആ കാപ്പി കൊടുക്കണ്ട. മോൾക്ക് കാപ്പി വേണ്ടേ? ആയിട്ടോ കാപ്പി കുടിക്കാൻ നേരത്തെ ഞാൻ ശരിയാക്കി തരാം. ഞാൻ കുറക്കണേ അതിൽ വെക്കണം, അതിൽ കത്തിച്ച് അതിലേക്ക് എടുത്ത് വെക്കാം. അതിലേ അതിൽ കത്തിച്ച് ഇച്ചിരി കുറയ്ക്കണം. തീ ഇച്ചിരി കുറക്കാൻ പോവാണ്. അത് ഓഫാക്കിയല്ലോ. ഭയങ്കര തീയാകുമ്പോഴേ ഓഫാക്കിയിട്ട് ഇത് ചൂടധികമുള്ളതുണ്ട്. ഓഫാക്കിയിട്ട് എന്തെല്ലാം സാധനങ്ങളാ മീനി ഇടേണ്ട സാധനങ്ങള്? കുറച്ച് പഞ്ചസാര. ഇത് പാകായി, പാകായി. തീ കുറച്ചില്ലേ? തീയെല്ലാം കുറച്ചു. ഇനിയിപ്പോ ഇതിന്റെ പാകത്തിന് പഞ്ചസാര ഇടണം. 1 സ്പൂൺ പഞ്ചസാര ഇട്ട് ഇളക്കണം. പഞ്ചസാര കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം, ഇനി അത് കട്ട പിടിക്കും. ഇനി അത് ഇതിലിട്ടാ ശരിയാവില്ലല്ലോ. ഇനി കുറച്ച് ഏലക്ക. ഏലക്ക ഇടണം. ഏലന് കുരുവാണ് മമ്മിയുടെ, തൊലി കളഞ്ഞു. തൊലി കളഞ്ഞ കുരു. അപ്പൊ ഈ നല്ല ഫ്ലേവർ കിട്ടുന്നത്. ഈ ജീരകം. മമ്മി പെട്ടെന്ന് കാപ്പി കുറച്ച് മല്ലി ഇടണം. അതാണ് ഈ സീക്രട്ട്, ഇത് ആർക്കും പറഞ്ഞു കൊടുക്കാത്തതാണ്. ഇനി കുറച്ച് ഉലുവ ഇട്ട് ഇളക്കി. ഇനി നോക്കി പാകാണോന്ന്. പാകമായിട്ടുണ്ട്. അയ്യോ, ഇളക്കി ചൂടാറി കഴിയുമ്പോൾ നമുക്ക് അടുത്ത പരിപാടിയാണ് കേട്ടോ. പൊടിച്ചെടുക്കണം. നല്ല ചൂടാണ്. അതിലിത് കുടഞ്ഞിട്ടെ മുറത്തിലിട്ടിട്ട് ജീരക കരിയ ആദ്യം അത് അതിന്റെ കളറാണ്. ഇളക്കി കൊടുക്കണം. ചൂടാറുണ്ടേ. കുറച്ച് ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ചിട്ട് പൊടിക്കട്ടെ, അപ്പോഴത്തേക്കും ബാക്കി ചൂടാറി കിട്ടും. അപ്പൊ പൊടിക്കണേ. നല്ല ചൂടാ. ഇത് അരിക്കണം. ഇനി ഞാൻ ഇതിങ്ങനെ അരിച്ചെടുക്കട്ടെ. നല്ല പൊടി വീഴുന്നുണ്ട്, ഇനി പൊടിക്കണം. 1 കിലോ അരിച്ചിട്ട് ഇട്ട് പൊടിക്കാനുണ്ട്. കുടിക്ക്. ഇച്ചിരോട് പൊടിക്കാനുണ്ട്. മൊത്തം പൊടിച്ചാൽ രുചി വരുന്നുണ്ടാവും. അങ്ങനെ ആയാലും ഒരു ഐശ്വര്യത്തോടെ കാപ്പിപ്പൊടി അതിലിട്ട് ശരിക്കും ഇളക്കി എല്ലാം കൂടെ മിക്സ് ആവണം. മിക്സ് ആയി കഴിഞ്ഞിട്ട് ഇത് അങ്ങനെ ഇട്ടോ ഐശ്വര്യത്തോടെ. ഇത്ര വേണ്ടി വരുമായിരിക്കില്ല, അതങ്ങ് കടുപ്പത്തിന് വേണം. അതെയോ? എത്ര കിടക്കട്ടെ, നോക്കട്ടെ. തിളച്ചോ? തിളച്ചു. ഓക്കെ. കടുപ്പം കൂടിയില്ലെങ്കിൽ കുറച്ചുകൂടെ ഇടാം. കടുപ്പല്ല, മതി. നല്ല സൂപ്പറായി. ജസ്റ്റ് ഒന്ന് സ്റ്റേൺ ആക്കി കൊടുക്കാം. നല്ല സൂപ്പർ.
അപ്പം മതി. അങ്ങനെ കാപ്പിപ്പൊടി റെഡി. കാപ്പിപ്പൊടി റെഡി, കാപ്പിയും റെഡി. കാപ്പി നല്ല കാപ്പി വേണ്ടവരൊക്കെ വന്നാൽ ഉടനെ കാപ്പി ഉണ്ടാക്കി തരുന്നു. അതന്നെ, ഇവിടെ വന്നാൽ മമ്മി എപ്പോഴും കാപ്പി ഇവിടെ റെഡി ആയിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് നല്ല സൂപ്പർ കാപ്പി, നാടൻ കാപ്പി മമ്മി ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നട്ടോ. ഒരു മറ കാപ്പിപ്പൊടി. നല്ല സൂപ്പറായ കട്ടൻസ് റെഡിയാണ്. ത്തോടെ ആദ്യത്തെ കാപ്പി മമ്മി ഉണ്ടാക്കി. താങ്ക് യു. കുടിച്ചു നോക്കട്ടെ. അതിലേക്ക് ഒഴിക്കണ്ടേ കാപ്പി? ഓ അല്ലെ, ചൂടുണ്ട്. വാങ്ങിയ വലിയ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിരിക്കുന്ന ക്യാമറമാൻക്ക് ഇവിടെ ഉണ്ട്. ക്യാമറമാന് പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ഡോറയാണ് ഇവിടത്തെ ക്യാമറമാൻ. ഞാൻ നോക്കട്ടെ, കൊതിയിട്ടോ ഞാനാണ്. അമേസിങ്. എന്റെ കൈയെല്ലാം കാപ്പിപ്പൊടിയാ, കഴിയിട്ടില്ല. കൊതിയുണ്ട്, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. എല്ലാവരും ഗ്ലാസ്സിൽ നിന്ന് മോന്തിക്കോ. ഹായ്.